ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു PSP കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, ഒരു ഇറർ മെസ്സേജ് ആണ് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന്റെ A to Z ഇത് എങ്ങനെയാണ് ശരിയാക്കാനുള്ളതെന്ന് A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ വരും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലെടുക്കും ഗൈസ്. അപ്പോൾ ഞാൻ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. ഈ ചാർജറിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഒരു അളവിനൊക്കെ വെച്ചിട്ട് ഓൺ ആക്കി നോക്കാം. ഓൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആവും, പക്ഷേ ഈ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മെസ്സേജ് കാണിക്കും. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ ഇത് കടയിലൊക്കെ കൊണ്ടുപോയി കാണിച്ചതാണ്, പക്ഷേ എന്നിട്ടും റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ഹാർഡ്വെയറും രണ്ടാമത്തത് സോഫ്റ്റ്വെയറും. അപ്പം നമുക്ക് ആദ്യം ഹാർഡ്വെയർ ചെയ്യാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിക്കണം. അതൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ട് കാണാം. അത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡാണ്. ഈ ഡയോഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 194148 എന്നാണ് ഈ നമ്പർ. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതുപോലെ 10 കിലോ ഓംസിൻ്റെ റെസിസ്റ്റർ വേണം. ഇതൊക്കെ നമ്മളിവിടെ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ TTL ബോർഡാണ്. ഇത് ഈ ഒരു മോഡൽ തന്നെ മേടിക്കാൻ നോക്കണം ഗൈസ്, എന്നാലേ നമുക്ക് ചെയ്യാൻ ഇത്തിരി എളുപ്പം കാണുള്ളൂ. ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞത് CP2102 എന്നാണ് ഇതിന്റെ മോഡൽ നമ്പർ. ഈ ഒരു സാധനം വേണം. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യാനുള്ളതെന്ന് ആ ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് 3.6 വോൾട്ടിൻ്റെ ഒരു ചാർജർ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പവർ സപ്ലൈ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാകുമ്പോൾ 1 ആമ്പും 3.6 വോൾട്ടും കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ ഒക്കെ പിന്നുകൾ ഒടിക്കുമല്ലോ, ഇതേപോലത്തെ ഈ പിന്ന് വളയ്ക്കണം. വളച്ചിട്ട് ഇതുപോലെ ആക്കണം. ഇതുപോലെ ഒരു 3 ആക്കി എടുക്കാം. ഗൈസ് ഇങ്ങനെ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ സോൾഡർ ചെയ്തെടുക്കാം. ഗൈസ് ഇപ്പോൾ ഇതേപോലെ വരും ഏകദേശം. ഇങ്ങനെ ഇരിക്കും. ഇതേപോലെ 3 ചെയ്തെടുക്കാം ഗൈസ്. ചാർജറിന് എന്തിനാണ് വിഷയം നോക്കട്ടെ. ഇവിടെ ടാപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊരിയിട്ട് നോക്കാം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ.
ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഈ ഒയർ അത്രക്കും ദ്രവിച്ചു പോയി. അതാണ് വിഷയം. കുറേ നാളത്തെ ഇത് പഴക്കമുള്ളതുകൊണ്ടായിരിക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരുമാതിരി ആയിപ്പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇത്തിരി താഴോട്ട് വെച്ച് കട്ട് ചെയ്ത് ഇത് ജോയിൻ്റ് അടിക്കുക. ഉള്ളിലോട്ടുള്ള കമ്പിയും പൊട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഫ്ലക്ക് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. എന്തായാലും നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം.
ഓപ്പോയിൽ ഇട്ടേക്കണമെന്ന് ഇപ്പോൾ ഇതിലിട്ടേക്കുന്നത് 6.61 അത് പല വെർഷനും കിട്ടും. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളതെന്ന് കാണിച്ചു തരാം. പവർ സപ്ലൈ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1 തൊട്ട് 30 വോൾട്ട് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതേപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.